ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് വല എടുത്ത് വന്നെണ്ണ. അപ്പോൾ വല എടുത്തുനിന്ന് വന്ന കാരണം നമ്മൾ മീൻ പിടിക്കാൻ ഇറങ്ങിയാവുന്നല്ല. അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് ആൾക്കാർ ചോദിച്ചിരുന്നു വല വീശിൻ്റെ രീതികളൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ, കാര്യങ്ങളൊക്കെ ഒന്ന് പഠിപ്പിച്ചു തരുമോ, ഡീറ്റെയിൽ ആക്കി തരുമോ. അപ്പോൾ അതിനൊക്കെ എങ്ങനെയൊക്കെ വല എടുക്കേണ്ടത്, എങ്ങനെ എടുത്താൽ നല്ലപോലെ വല വിരിയുക, നമുക്കത് കാണിച്ചു തരാൻ വേണ്ടി ഇപ്പം ഞാൻ വലയൊക്കെ എടുത്ത് ഇറങ്ങിയതാണ്. അപ്പോൾ അതാ ഇതിലാണ് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. കുളം കാണിച്ചു അവിടെ വെച്ചൊരു മോട്ടർ പൈപ്പ് കൊണ്ടു വയ്ക്കുന്നത്. അപ്പോൾ നമ്മളെങ്ങനെ വീശുന്നാണ് നോക്കുക. എന്തായാലും ഞാൻ എടുക്കേണ്ട രീതിയും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിപ്പിച്ചത്. അത് നമ്മളെ പഴയ പോലെ തന്നെ ഇതന്നെ ഉള്ളൂ. ഇപ്പോൾ എൻ്റെ അടുത്ത് വലയായിട്ട് നല്ല മറ്റു വലകളൊക്കെ പൊളിഞ്ഞു പോയി. ഇത് വലിയ വല 9 മുളത്തിൻ്റെ വലയാണ്. ചെറിയ കണ്ണി, ഒരു വിരൽ, മുഖം. അപ്പോൾ നമുക്കിത് എങ്ങനെ എടുക്കേണ്ടത്, എങ്ങനെയൊക്കെ വീശേണ്ടത് കാര്യങ്ങളൊക്കെ ഞാൻ ലെവലിലേക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മൾ വല വീശേണ്ട രീതി പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ വീഡിയോയിൽ മൊത്തം ഡീറ്റെയിൽ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ എങ്ങനെ എടുക്കേണ്ട രീതികൾ. അപ്പോൾ നമുക്ക് ആദ്യം 2 കൈയിന് വീശാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും. വലത്തെ കൈന് എടുത്ത് വല വീശാൻ പറ്റുന്നവരുണ്ടാവും, ഇടത്തെ കൈന് വീശാൻ പറ്റുന്നവരുണ്ടാവും. വലത്തെ കൈന് വീശുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടത്തെ കൈക്ക് വേണം കയറാൻ. എന്ന് കഴിഞ്ഞാൽ നമുക്ക് ആഞ്ഞ കയറ് വലത്തെ കയ്യിൽ പിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പൊസിഷൻ കറക്റ്റായിട്ട് വല വരുള്ളൂ. ഞാൻ ഇടത്തെ കയ്യിൽ വീശുന്നവരെ വെച്ചാൽ വലത്തെ കയ്യിൽ കയറായോ, എന്നാലേ ഈ സൈഡിലേക്ക് നമുക്ക് വലയുടെ കയറ് നമുക്ക് നല്ലപോലെ വെക്കാം. മറ്റേ നമ്മൾ വീശുന്ന നേരത്തെ ഈ കയറ് മുമ്പിൽ വന്ന് സ്റ്റെക്കായി വല നിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഞാനിപ്പോൾ വലത്തെ കൈന് വീശുന്ന ആളാണ്. അപ്പോൾ നമ്മൾ ഇടത്തെ കൈക്ക് ആയിട്ട് അതാഞ്ഞ് ഒരേ രീതിയിൽ വെക്കുക കയറ്. പിന്നെ അറ്റത്തുള്ള വള അത് നമ്മളെ കയ്യും വെട്ടണം. അല്ലെങ്കിൽ വല വീശി കഴിഞ്ഞാൽ വല വള്ളത്തിൽ പോകും. അപ്പോൾ നമ്മൾ വള ആദ്യം ഇട്ടു, വല നമ്മൾ കയ്യിലെടുത്തു, കയറാഞ്ഞ്. അപ്പോൾ ഇത് വലയുടെ നീളത്തിനനുസരിച്ച് നമ്മൾ അതിന് വലയുടെ മാറെടുത്താൽ മതി. ഫസ്റ്റ് ഇപ്പോൾ ഒരു മാറെടുത്തു, നമ്മൾ ചെറുവിരലിൻ്റെ ഇടയിൽ വെക്കുക. ഫസ്റ്റത്തെ മാറ് സെക്കൻഡ് എടുക്കുക, അത് നേരെ അതിൻ്റെ മേലത്തെ വിരൽ വല സ്റ്റഡി ആക്കുക. അച്ചറൊക്കെ ഒഴിവാക്കി ഒറ്റ വല എടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് വല എടുക്കേണ്ട രീതി. അപ്പോൾ ഒന്നും പണിയും കാണിച്ചല്ലോ, കാണാത്തവർ കണ്ടോളി. അപ്പോൾ നമ്മൾ ആ അടുത്ത രീതി ഒന്നും പാടെ റിപ്പീറ്റ് ചെയ്ത് കാണിച്ചു തരാണ്. കയറിൻ്റെ മൂക്ക്, അതായത് ഈ മൂക്കെന്ന് പറഞ്ഞാൽ നമ്മൾ വലയുടെ അടിമണി എത്ര ലൂസിൽ കിടക്കണം, എത്ര ടൈറ്റിൽ കിടക്കണം, അതായത് അടിമണി കയറി നിൽക്കണം ഇറങ്ങി നിൽക്കണം എന്ന് കറക്റ്റ് ആക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ഇറക്കി വെച്ച് കൊടുത്താൽ ലൂസിൽ കിടന്നാൽ നമുക്ക് വല നല്ല വിരിച്ച് വീശാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് പാകമായിട്ട് കയറ് ആഞ്ഞെടുക്കുക. നേരത്തെ പോലെ തന്നെ കയറ് പെയ്യോളായ വല ഇടുക. നേരത്തെ പോലെ തന്നെ വിരലുകൾക്കിടയിൽ വല ഒതുക്കിപ്പിക്കുക. ഇതാണ് വല എടുക്കേണ്ട രീതി. ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ ഈ സൈഡിൽ വരുന്ന വലയുടെ ഭാഗത്തുനിന്ന് നമ്മൾ കയ്യിന് കുത്താടുക്കണം. ഒരു ലേശം എടുത്ത് നമ്മൾ താങ്ങി കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വല ഉടക്ക് പാടിയിട്ട് നമ്മൾ ഉറപ്പ് വരുന്നത്. അതേപോലെ ഉടങ്ങി കിടക്കുന്നുണ്ടാവും. അത് മൊത്തം ഫുള്ള് ക്ലിയറാക്കി അതേപോലെ ആക്കണം. അല്ലെങ്കിൽ ഞാൻ ഉടക്കി കിടന്നാൽ പിന്നെ വല ഒരിക്കലും പരക്കില്ല, അത് വിരിഞ്ഞ് വരില്ല. ഉടക്കൊന്നുമില്ലാന്ന് നമ്മൾ നല്ല ഉറപ്പ് വരുത്തുക. അതിനുശേഷം നമ്മൾ ബാലൻസ് വരുന്നതിൻ്റെ പാതി കയ്യിലെടുത്ത് വലയുടെ, അതായത് നമ്മൾ ഈ കയ്യിൽ പിടിച്ച ആ ഭാഗത്ത് തന്നെ കറക്റ്റായിട്ട് വല ഇവിടെ ലോക്കും ചെയ്യണം. മറ്റേത് ചിലവർ ചെയ്യും താഴെ പിടിക്കും. ഇങ്ങനെ പിടിച്ചാൽ ഒരിക്കലും വല വീശാൻ പരക്കില്ല. പിടിക്കേണ്ട രീതി ഇവിടെയാണ്. നല്ല കയറ്റി ഇതങ്ങനെ ഓപ്പണായി ഇരിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ വീശാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നമ്മൾ വീശിടുക. അപ്പോൾ ഞാനിതെങ്ങനെ വീശുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. ആഞ്ഞെടുത്ത വല ഒന്ന് വീശി നോക്കുക. അപ്പോൾ അവിടെ നമ്മളെ കുളത്തിൽ വീശിയ കറക്റ്റ് കണ്ടിട്ടാണ് നമ്മൾ ആ പൈപ്പ് കാര്യങ്ങൾ ഉണ്ടായിരുന്നു സ്റ്റെക്കായി നിന്ന് വല പറഞ്ഞു. പക്ഷേ ആ പൈപ്പും വേണ്ട വ്യക്തമായി വീഡിയോയിൽ കിട്ടിയില്ല. അപ്പോൾ നമുക്ക് ഈ പുല്ലുമ്പോൾ ഒന്ന് വീശി കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ നമ്മൾ വല ഈ സൈഡിൽ നിന്ന് എടുക്കുക. നമ്മൾ ആദ്യത്തെ കട്ടെന്ന് പറഞ്ഞാൽ അതാണ്. സൈഡിൽ നിന്ന് എടുത്ത് കയ്യിൽ കുത്തിയിട്ട് നമ്മൾ ആദ്യം കെട്ടൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തണം. അല്ല എവിടെയും കുടുങ്ങി സ്റ്റെക്കായി നിൽക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക. കച്ചറയും കാര്യങ്ങളൊക്കെ വലയിലുള്ള ഒഴിവാക്കി കൊടുക്കുക.
കെട്ട് മൊത്തം ഒഴിവാക്കിയിട്ട് നമ്മൾ താഴെയുള്ളതിൻ്റെ നേർ പകുതി മേലെ എടുക്കുക. അത് കയ്യിലേക്ക് ആഞ്ഞു പിടിക്കുക. ഏകദേശം പകുതിയാണ്. അപ്പോൾ നമ്മൾ ഈ വല വീശേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ വീശുന്ന ടൈമിൽ പോകേണ്ടത് ആദ്യം നമ്മൾ വലത്തേ കൈയിലുള്ള ഭാഗങ്ങളാണ്. അതായത് ഈ സൈഡാണ് ആദ്യം പിരിഞ്ഞ് വരിക. നമ്മളിപ്പോൾ കയ്യിലേക്ക് ആഞ്ഞെടുത്തത് കുറച്ച് ഇങ്ങനെ വിട്ട് കൊടുത്താൽ അവിടെ നിന്ന് ഇങ്ങനെ വരുന്ന വശമാണ് നമ്മുടെ ഈ കയ്യിൽ വരുന്ന വശം. അപ്പോൾ അങ്ങനെ കുറച്ച് വിട്ട് കഴിഞ്ഞാൽ അപ്പോൾ നല്ലപോലെ വല ഇങ്ങോട്ട് പരന്ന് വരും. അപ്പോൾ ഞാൻ വീശി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ വല വീശി കഴിഞ്ഞാൽ അത് നല്ലോണം വല പരന്ന് കിട്ടുക. അപ്പോൾ ഇങ്ങനെ വല വീശി കഴിഞ്ഞാൽ ഏകദേശം തുടക്കക്കാർക്കൊക്കെ നല്ലപോലെ വല ഒരു 2-3 ആഴ്ച എടുത്ത് നല്ല സുഖമായി വല വീശാൻ പഠിക്കാം. അപ്പോൾ വല വീശാൻ പഠിക്കുമ്പോൾ എപ്പോഴും ചെറിയ വലകൾ ഉപയോഗിക്കുക. അതൊക്കെ ഇപ്പോൾ 9 മുളത്തിൻ്റെ വലിയ വലയാണ്. അത് നമുക്ക് ഒരു 2 വീശിലൊക്കെ വീശി നല്ല കൈ കഴപ്പൊക്കെ വരും. നമുക്ക് വല തുടർച്ചയായി വീശി പോകാൻ പറ്റില്ല. അപ്പോൾ പഠിത്തക്കാർക്കൊക്കെ വേഗം നമുക്ക് മട്ടി വല ചടക്കാനേ അത് മതിയാവും. അപ്പോൾ നമ്മൾ എപ്പോഴും ചെറിയ വലകൾ, അതായത് 6 മുളം 7 മുളത്തിൻ്റെ ഒക്കെ വല എടുത്തിട്ട് പഠിക്കാനൊക്കെ ഏറ്റവും സിമ്പിള്. പിന്നെ എപ്പോഴും ചെറിയ കണ്ണി വല എടുക്കുക പഠിക്കുമ്പോൾ. വലിയ കണ്ണി ആകുമ്പോൾ എങ്ങനെ വീശാലും പരക്കും. വലിയ കണ്ണി വലിയ സ്റ്റെക്ക് വരില്ല, അപ്പോൾ അത് പരക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ചെറിയ വല വീശാൻ നിൽക്കുമ്പോൾ നമുക്ക് പരന്ന് കിട്ടില്ല. അപ്പോൾ എപ്പോഴും ചെറിയ കണ്ണിട്ട് വല വീശി കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് പരത്തി വീശാൻ പറ്റും. പിന്നെ കാഞ്ഞിരക്കാരുള്ള വലയാണെങ്കിൽ ഒന്നുപാടി നമ്മൾ എക്സ്പേർട്ടാവും വല വീശൽ. 10 വല ആകുമ്പോൾ കാഞ്ഞിരക്കാരുണ്ടാവില്ല. അത് ഫ്രീ ആണ്, ആ വല ഫ്രീ ആണ്. അതൊരു ഏകദേശമായിട്ടുള്ള എല്ലാവർക്കും വീശാം. അപ്പോൾ ഇതാകുമ്പോൾ ഇതിന് സ്റ്റെക്ക് വരുന്നുണ്ട്. കറക്റ്റ് വീശില്ലാന്നുണ്ടെങ്കിൽ വല എന്തായാലും പരത്തില്ല. അപ്പോൾ ഇതുമൊക്കെ വീശി പഠിച്ചവർക്ക് ഏത് വലയും നല്ല സുഖമായി വീശാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ തുടക്കക്കാർക്ക് വല വീശാൻ പഠിക്കാൻ പറ്റിയൊരു സിമ്പിൾ ടിപ്സ് തന്നെയാണ് ഞാൻ പറഞ്ഞതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.